ചില്ലകളിൽ മുറിച്ചു മാറ്റാനുള്ള തീരുമാനത്തിന്റെ മറവിൽ മലപ്പുറത്ത് പഞ്ചായത്ത് ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി. താഴേക്കാട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ചില്ലകൾ മുറിച്ചു മാറ്റാൻ ചുമതല നൽകിയത് പഞ്ചായത്തിലെ ഇടതംഗത്തിനാണ്. ചില്ലകൾ മാത്രമാണ് മുറിച്ചതെന്നും മരങ്ങൾ മറ്റാരോ മുറിച്ചു കടത്തിയെന്നുമാണ് ഇടതംഗമായ മൊയ്തുപ്പ പിലാക്കൽ പറയുന്നത്. മെയ് മാസത്തിലെ ഭരണസമിതി തീരുമാനപ്രകാരം ആയുർവേദ ഹോസ്പിറ്റല്, ITI, പൊതു ശ്മശാനത്തിലുള്ള അപകടകരമായ ചില്ലകൾ വെട്ടിമാറ്റാൻ പരാതി വരികയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ചില്ലകൾ വെട്ടിമാറ്റാൻ പിന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു. ബോർഡിന്ന് തീരുമാനം വന്നു. ആ വാർഡത്തെ മെമ്പറിന് ഒരു പണിക്കാരെ വെച്ച് ചെയ്താൽ മതി എന്നുള്ളത് പറഞ്ഞു. അത് പ്രകാരം പണിക്കാരെ വിളിച്ച് ഈ പറയപ്പെട്ട രീതിയിലുള്ള സ്ഥലങ്ങളിലെ മരത്തിന്റെ ചില്ലകൾ ഈ പണിക്കാർക്ക് കാണിച്ചു കൊടുക്കുകയും അത് പ്രകാരം അത് വെട്ടി പൂർത്തീകരിച്ച് അതിന്റെ തുക അവർക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇതിന്റെ മറവില് ഈ വെട്ടാൻ പറഞ്ഞതിലും അതിന്റെ ബാക്കിലും ഒക്കെ ഉള്ള ഏതാനും ചില മരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. CCTV മറ്റുള്ള ദൃശ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇത് കൊണ്ടുപോയ ആളുകൾ ആരാണ് എന്നുള്ളത് കിട്ടും. അതിനെ മുറക്ക് പ്രതികരിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. 50-ലധികം മരങ്ങൾ മുറിച്ചെന്നാണ് UDF അംഗങ്ങൾ പറയുന്നത്. ഈ ശ്മശാന ഭൂമിയിൽ നിന്ന് പകൽക്കൊള്ള, ഇത് രാത്രിയൊന്നല്ല, പകല് ഒരു 50-ലധികം നല്ല വിലയേറിയ മരങ്ങൾ മുറിച്ച് മാറ്റി കൊണ്ടുപോയി എന്നുള്ളത് അറിഞ്ഞപ്പോൾ എല്ലാവരും വളരെ ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്ത ശ്രമിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇത് ഈ വർഷം മാത്രമൊന്നല്ല, ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ വർഷം ഇതേമാതിരി മരങ്ങൾ മുറിച്ച് കൊണ്ടുപോയ കുറ്റികൾ ഈ പ്ലോട്ടിൽ തന്നെ ഉണ്ട്. അവധി എല്ലാ വർഷവും തുടങ്ങിയ ഒരു കലാപരിപാടിയാണ്. ചില്ല മുറിക്കാനെന്ന പേരിൽ ഒരു പകൽ കൊള്ളയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 50-ലധികം മരക്കുറ്റികൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി, ഒളിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടി ചപ്പൊക്കെ ഈ മരക്കുറ്റികളുടെ മുകളിലേക്ക് വലിച്ചിട്ടിരിക്കുകയാണ്. അത് മാറ്റണമെങ്കിൽ JCB ഒക്കെ വേണം, എങ്കിലേ അത് കഴിയുള്ളൂ. അപ്പോൾ അതിലധികം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുമാർ മരക്കച്ചവടക്കാരൊക്കെ കണക്കാക്കുന്നത് ഒരു 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഇവിടെ പഞ്ചായത്തിന് ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, പറയൂ. താഴേക്കോട് പഞ്ചായത്തിലെ ഗവൺമെന്റ് വനിതാ ITI, അംഗനവാടി, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധികാരികൾ, ബന്ധപ്പെട്ട ആളുകളൊക്കെ പഞ്ചായത്തിനൊരു പരാതി നൽകുകയാണ്. പഞ്ചായത്തിന്റെ ഏകദേശം 1.5 ഏക്കറോളം വരുന്ന ഭൂമിയിലെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ, അതിന്റെ ചില്ലകളൊക്കെ വെട്ടിമാറ്റണം, അത് തങ്ങളുടെ സ്ഥാപനത്തിന് ഭീഷണി ഉയർത്തുന്നു, അപകടകരമായ വിധം അത് വളർന്നിട്ടുണ്ട് എന്നൊരു പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി കൂടുകയും ആ ചില്ലകൾ വെട്ടിമാറ്റാൻ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. താഴേക്കോട് പഞ്ചായത്തിലെ 16, 17 വാർഡുകളിലുള്ള ഏകദേശം 1.5 ഏക്കറോളം സ്ഥലങ്ങളിലെ മരങ്ങൾ മുറിച്ചു മാറ്റാനായിരുന്നു, മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റാനായിരുന്നു ഭരണസമിതിയിൽ തീരുമാനമെടുത്തിരുന്നത്. അതിന്റെ ചുമതല 17-ാം വാർഡ് അംഗമായിട്ടുള്ള മൊയ്തുപ്പ പിലാക്കൽ, അദ്ദേഹം ഇടതംഗമാണ്, അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. കഴിഞ്ഞ 24-ാം തീയതിയായിരുന്നു ഭരണസമിതി അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. പിന്നീട് മരം മുറിക്കാൻ ചില ആളുകളെ ഏൽപ്പിക്കുകയും ഈ മാസം 9-ാം തീയതി, ജൂൺ 9-ാം തീയതി പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞതുപോലെയുള്ള മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റി അതിനാവശ്യമായിട്ടുള്ള പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു അപേക്ഷ പഞ്ചായത്തിൽ ലഭിക്കുകയാണ്. പിന്നീട് 10-ാം തീയതി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച സമയത്താണ് ഇത്തരത്തിൽ നിരവധി മരങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. ചില്ലകൾ മുറിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള മരങ്ങൾ പൂർണ്ണമായും അടിയോടെ മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറി അനിരുദ്ധ് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത് 28 മരങ്ങൾ, തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങളുണ്ട്, 28 മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു കടത്തി അതിന് പിന്നിലുള്ള ആളുകളെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. UDF ഇത് രാഷ്ട്രീയ ആരോപണമായി മുന്നോട്ടേക്ക് വരുന്നു. ഏകദേശം 50-ലധികം മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ ഇടതംഗത്തെ, മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റാൻ ചുമതലപ്പെടുത്തി ഇടതംഗം പറയുന്നത് ചില്ലകൾ മാത്രമാണ് മുറിച്ചു മാറ്റിയിട്ടുള്ളത്, ചില്ലകൾ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയിട്ടുള്ളത്, അത് അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഈ ഇടതംഗവും മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.